കനത്ത ഇടിവിൻ്റെ ദിനം. പ്രോഫിറ്റ് 24 ഡെയിലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഓഹരി വിപണികളിൽ ഇടിവ് തുടരുന്നു. സെൻസെക്സ് ബുധനാഴ്ച 1722 പോയിന്റ് ഇടിഞ്ഞ് 79116-ലെത്തി. നിഫ്റ്റി 385 പോയിന്റ് ഇടിഞ്ഞ് 24480-ൽ ക്ലോസ് ചെയ്തു. വിപണിയിലെ 16 മേഖലകളും നഷ്ടത്തിലായിരുന്നു. ക്രൂഡ് ഓയിലിന്റെ വില വർധന, FIIകളുടെ വിറ്റൊഴിയൽ, രൂപയുടെ വിലയിടിവ്, ചാഞ്ചാട്ടത്തിന്റെ സൂചികയായ ഇന്ത്യ വിക്സ് 22% ഉയർന്നത് എന്നിവയാണ് തകർച്ചയ്ക്ക് കാരണം. സെൻസെക്സ് 11 മാസത്തെ താഴ്ന്ന നിലവാരത്തിലും നിഫ്റ്റി 10 മാസത്തെ താഴ്ന്ന നിലവാരത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. തകർച്ചയിലും കുതിപ്പ് നിലനിർത്തിയ ചില ഓഹരികൾ നോക്കാം. ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള ടെലികോം അടിസ്ഥാന സൗകര്യ വികസന കമ്പനിയായ തേജസ് നെറ്റ്വർക്കിന്റെ മൂല്യം 4 ദിവസം കൊണ്ട് 67% ഉയർന്നു. ജപ്പാനിലെ NEC കോർപ്പറേഷനുമായി 5G മിമോ റേഡിയോ സംവിധാനം നിർമ്മിക്കാൻ കരാർ ഒപ്പിട്ടെന്ന പ്രഖ്യാപനമാണ് തേജസ് നെറ്റ്വർക്കിന് കരുത്തായത്. പഞ്ചസാര കമ്പനിയായ ബൽറാംപൂർ ചിനി മിൽസ് ഓഹരികൾ 7.3%, ചെന്നൈ പെട്രോളിയം 6.63% ഉയർന്നു. യുദ്ധ സാഹചര്യത്തെ തുടർന്ന് ശക്തമായ ഡൗൺ ട്രെൻഡിലായ ഓഹരികൾ കൂടി നോക്കാം. തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട അദാനി പോർട്സ് കഴിഞ്ഞ 5 ദിവസത്തിനിടെ 7.5% ഇടിഞ്ഞു. JSW ഇൻഫ്ര 4.75%, കൊച്ചിൻ ഷിപ്പ്യാർഡ് 6.85% വീണു. അറബ് മേഖലയിൽ വമ്പം പ്രൊജക്ടുകളുടെ ഭാഗമായ L&T 9.4% വീണു. എണ്ണ കമ്പനികളായ IOC, HPCL, BPCL എന്നിവ 10%-ഓളം താഴെയെത്തി. പെട്രോനെറ്റ് LNG 12% വീണു. വ്യോമയാന രംഗത്തെ പ്രതിസന്ധി മൂലം ഇൻഡിഗോ 11% ഇടിഞ്ഞു. അന്താരാഷ്ട്ര വിപണികളിലും ഇടിവ് തുടരുകയാണ്. ദക്ഷിണ കൊറിയൻ വിപണിയായ കോസ്പി 12% ഇടിഞ്ഞ് ലോവർ സർക്യൂട്ടിലെത്തി. 2008 ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണിത്. ജപ്പാനിലെ നിക്കേ സൂചിക 3.6% ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ചൈനയിലെ ഷാങ്ഹായ് സൂചിക 1.1% ഇടിഞ്ഞു. അതേസമയം ഉച്ചയ്ക്ക് ശേഷം യൂറോപ്യൻ വിപണികൾ മറ്റൊരു കഥയുടെ പിന്നാലെയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ രഹസ്യ ശ്രമങ്ങൾ ആരംഭിച്ചെന്ന റിപ്പോർട്ടിനെ തുടർന്ന് യൂറോപ്യൻ വിപണികൾ കുറച്ച് ഉയർന്നിട്ടുണ്ട്. എന്നാൽ US-ലെ നാസ്ഡാക്ക് സൂചിക 1% നഷ്ടത്തിലാണ്. ഡോളറിനെ അപേക്ഷിച്ച് രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിൽ. ആദ്യമായി 92 കടന്ന് 92.24 എന്ന നിലയിലേക്ക് രൂപയുടെ മൂല്യം എത്തി. ക്രൂഡ് ഓയിൽ വില ഉയർന്നതും ഡോളർ ശക്തമായതുമാണ് രൂപയ്ക്ക് തിരിച്ചടിയാവുന്നത്. സ്വർണ്ണത്തിലും വെള്ളിയിലും നിക്ഷേപകർക്ക് ആശ്വാസമില്ല. ഗോൾഡ് ETF-കൾ 3%-ലേറെയും സിൽവർ ETF-കൾ 8%-ഓളവും ഇടിഞ്ഞു. കേരളത്തിൽ സ്വർണം പവന് 2280 രൂപ കുറഞ്ഞ് 1,20,640 രൂപയിലെത്തി.